സ്വർഗം പെണ്ണുങ്ങളുടേതാണ്, പെണ്ണുങ്ങളുടേത് കൂടിയാണ്. മഹതിയായ മറിയം റളിയല്ലാഹു അൻഹക്ക് സ്വർഗത്തിൽ എത്തുന്നതിന്റെ മുമ്പ് സ്വർഗത്തിലെ ഭക്ഷണം കിട്ടിയത് ഖുർആൻ പറയുന്നില്ലേ? അന്നാലകി ഹാദാ, മറിയമേ ഈ മിഹ്റാബിൽ നീ കഴിഞ്ഞുകൂടുമ്പോ മസ്ജിദുൽ അഖ്സയിൽ നിനക്ക് വേണ്ടി തയ്യാറാക്കിയ റൂമിൽ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവിയെ ഏകയായി അവിടെ പാർപ്പിക്കുമ്പോ മറിയം ബീവിക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ മുമ്പ് അതാ കാണുന്നു ഫലങ്ങളും പഴങ്ങളും. ചോദിക്കുന്നു, ഇതെവിടെ നിന്നാണ് മറിയമേ? ഇതെനിക്ക് അള്ളാഹു അവന്റെ വകയായിട്ട് കൊണ്ടെത്തിച്ചു തന്നതാണ്. സ്വർഗീയ ഭക്ഷണം കിട്ടിയ ആളാണ് മറിയം ബീവി. എന്താ അവരുടെ പ്രത്യേകത? അവര് മിനൽ ഖാനിതീൻ, നല്ല തഖ്വയുള്ള വനിതയായിരുന്നു അവര്. അപ്പൊ റസൂലുള്ള പറഞ്ഞതിലേക്ക് നിങ്ങൾ തിരിച്ചു വരണേ. ഞാൻ റുമൈസയെ സ്വർഗത്തിൽ കണ്ടു എന്ന് പറഞ്ഞാൽ ഈ കരുളായി യതീംഖാനയുടെ മുമ്പിലിരിക്കുന്ന ഈ പ്രദേശത്തുള്ള സഹോദരിമാരെ നിങ്ങൾ ചിന്തിക്കണേ. നിങ്ങൾക്ക് ആ സ്വർഗത്തിൽ റുമൈസയെ പോലെ കാണപ്പെടാൻ കൊതിയുണ്ട് എങ്കിൽ ആസിയ ബീവിയോട് ചെന്ന് ഞാൻ കരുളായിലെ ഇന്ന ഭാഗത്തുള്ള സ്ത്രീയാണ് എന്നവർക്ക് പരിചയപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ അവസരം ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താണ് അവരിൽ നിന്ന് നമ്മൾ അനുധാവനം ചെയ്യേണ്ടത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. എന്താ റുമൈസ ബീവിയുടെ പ്രത്യേകത? എന്താണ്? റുമൈസ ബീവി നല്ല കരുത്തയായ ഒരു ധീരവനിതയാണ്. ഒരുപാട് സംഭവങ്ങളിൽ ഒന്ന്, അള്ളാഹുവിന്റെ ഹബീബ് മദീനയിൽ എത്തിയ സമയം ആളുകൾ നബിയെ കാണാൻ വേണ്ടി വരുന്നു. റസൂലുള്ളാഹിക്ക് സമ്മാനങ്ങൾ നൽകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹിക്ക് സമ്മാനങ്ങൾ നൽകുന്നു. മുഹമ്മദുർ റസൂലിന് ആ സമ്മാനങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ചില ആളുകൾ കാരക്ക കൊടുക്കുന്നു, ഈത്തപ്പഴങ്ങൾ കൊടുക്കുന്നു. നബിയെ ചില ആളുകൾ വീട്ടിലേക്ക് വിളിക്കുന്നു, ചില ആളുകൾ നബിയെ ഇങ്ങനെ വന്ന് കണ്ടുപോകുന്നു. അതിനിടയിലാണ് ഉമ്മു സുലൈം എന്നറിയപ്പെടുന്ന റുമൈസ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി വരുന്നത്. അവരുടെ കയ്യിലൊരു സമ്മാനവുമുണ്ട്. എന്താണ് ആ സമ്മാനം? അത് മറ്റൊന്നുമല്ല, ആ സമ്മാനം സ്വന്തം മകനായ അനസ് ഇബ്നു മാലിക് എന്ന കുട്ടിയാണ്. മോനെ പിടിച്ചിട്ടാണ് സമ്മാനിക്കാൻ വേണ്ടി വരുന്നത്. യാ റസൂലല്ലാഹ്, അങ്ങേക്ക് സമ്മാനമായി തരാൻ എന്റെ മകനായ ഈ അനസല്ലാതെ മറ്റൊരാളും എന്റെ കയ്യിലില്ല നബിയേ. 10 വയസ്സുള്ള കുട്ടിയെ അള്ളാഹുവിന്റെ റസൂലിന് അങ്ങ് സമ്മാനിച്ചു. ആ കുട്ടി മഹാഭാഗ്യവാനാണ്. ആ കുട്ടിയെ പോലെ സൗഭാഗ്യമുള്ളവരുണ്ടോ? നല്ല ബുദ്ധിമാനാണ് അനസ് ഇബ്നു മാലിക്. അതുകൊണ്ട് തന്നെ നബി എങ്ങനെയാണ് ചിരിക്കുന്നത്, നബിയുടെ കൈവെള്ളയുടെ മൃദുലത എങ്ങനെയാണ്, റസൂലുള്ളാഹി എങ്ങനെയാണ് എന്നോട് സംസാരിക്കുന്നത്, നബി എങ്ങനെയാണ് വീട്ടിലേക്ക് പോകുന്നത്, അവിടുന്ന് എങ്ങനെയാണ് വുളൂ ചെയ്യുന്നത്, ഇതെല്ലാം വൃത്തിയായി പഠിച്ചെടുക്കാൻ 10ാമത്തെ വയസ്സ് മുതൽ 20ാമത്തെ വയസ്സ് വരെ അനസ് ഇബ്നു മാലിക് ആ കുഞ്ഞിന് സാധ്യമായി. ആ കുട്ടി മഹാഭാഗ്യവാനായി. ലോകത്തൊരാൾക്കും ലഭ്യമാകാത്ത അനുഭൂതി. തേരെ കദമോ മേ ആനാ മേരാ കാം താ, മേരി കിസ്മത്ത് ജഗാനാ തേരാ കാം ഹേ. ഞങ്ങളുടെ ആഗ്രഹം എന്താണ്? അങ്ങയുടെ കാൽപ്പാടത്തിൽ വരണം, ഞങ്ങൾക്കെല്ലാ ഭാഗ്യങ്ങളും കിട്ടണം. തെരെ ഖുർബാനി പ്യാരെ മുഹമ്മദ് ഗിർ രഹാ ഹൂ മുझे भी संभालो, अपने प्यारे नवासों का सदका, अपने प्यारे नवासों का सदका, या नबी मेरी झोली में डालो, तेरे कुर्बान प्यारे മുഹമ്മദ്. ജീവിതത്തിലുള്ള എല്ലാം നാം സമർപ്പിക്കാൻ ഒരുങ്ങുന്ന അഷ്റഫുൽ ഖൽഖിന്റെ കൂടെ കഴിയാൻ 10 വയസ്സായ ഒരു പൊന്നുമോൻ അവസരമുണ്ടാവുകയാണ്. ആ മകൻ അത് മുതലെടുത്തു. നിങ്ങൾ ഹദീസിന്റെ വശങ്ങൾ പരിശോധിച്ചു നോക്കിയേ.
ഹദീസ് ശാസ്ത്രത്തിൽ ഏറ്റവും പ്രബലമായ പരമ്പര ഈ അനസ് എന്ന പൊന്നുമോൻ നാഫി എന്നവർക്ക് പഠിപ്പിച്ചു കൊടുത്ത്, നാഫി എന്ന ആ പണ്ഡിതനായ താബിആയ പണ്ഡിതൻ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് കൈമാറിയ പരമ്പരയാണ്. മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആരാണ്? മദ്ഹബിന്റെ ഇമാമുമാരിൽ ഒരാളാണ്. ഈ പരമ്പര പ്രബലമായ പരമ്പരയാണ്. മഹാനായ റസൂലുള്ളാന്റെ അടുക്കൽ ഒരു ദിവസം ഈ ഉമ്മ നബിയെ കാണാൻ വേണ്ടി വന്നു. തന്റെ മകനുണ്ടല്ലോ ഹബീബിന്റെ കൂടെ, നബിയേ എന്റെ മകനായ അനസിന് വേണ്ടി അങ്ങ് ദുആ ചെയ്യണേ. മക്കൾക്ക് വേണ്ടി ദുആ പറയും. റസൂലുള്ള ദുആ ചെയ്തു, പടച്ചവനേ ഈ അനസിന് നീ സമ്പത്തിൽ ബറക്കത്ത് ചെയ്യണേ, ഈ അനസിന്റെ സന്താനങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണേ, ഈ അനസിന്റെ ആയുസ്സിൽ നീ ബറക്കത്ത് ചെയ്യണേ. നബിയുടെ കൂടെ കൂടിയതുകൊണ്ട് അനസിന് വലിയ ലാഭം. എന്താണ്? ഹബീബായ റസൂലുള്ള വഫാത്തായിട്ട് 1 നൂറ്റാണ്ടിലേറെക്കാലം മനസ്സ് ജീവിച്ചു. അഥവാ 120ാമത്തെ വയസ്സിലാണ് ബഹുമാനപ്പെട്ടവർ വഫാത്തായത് എന്ന അഭിപ്രായമുണ്ട്. മദീനക്കാരായ ആളുകൾ മുഴുവൻ വർഷത്തിൽ 1 തവണ വിളവെടുക്കുമ്പോ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വർഷത്തിൽ 2 തവണ വിളവെടുക്കുമായിരുന്നു. വലിയ സമ്പന്നനായി, മക്കളും പേരക്കിടാങ്ങളും ഒക്കെ ആയിട്ട് 100 കണക്കിന് ആളുകൾ. ഇതാര് മുഖേന കിട്ടിയതാണ്? ആരുടെ മോഹം മുഖേന കിട്ടിയതാണ്? ആരുടെ കൊതി മുഖേന കിട്ടിയതാണ്? നബിയേ എന്റെ പുന്നാര മകനായ അനസിനെ ഞാനിതാ അങ്ങേക്ക് സമ്മാനമായി നൽകുന്നു. ഈ കരുളായിലെ യതീംഖാനയുടെ മുമ്പിലിരിക്കുന്ന എത്ര ഉമ്മമാർക്ക് ഈ മനസ്സുണ്ട്? എനിക്കുറപ്പാണ് നിങ്ങളിൽപ്പെട്ട എത്രയോ പേർക്ക് ഈ മനസ്സുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആലിമീങ്ങളെ നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാരെ നിങ്ങൾ കണ്ടില്ലേ? ഇവരുടെയൊക്കെ ഉമ്മമാരെ കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെയൊക്കെ 10ാമത്തെ വയസ്സില് നമ്മളുടെ ഉമ്മാക്ക് നമ്മോട് സ്നേഹക്കുറവുണ്ടായിട്ടല്ല, നമ്മളുടെ കൂടെയുള്ള കുട്ടികൾ മുഴുവൻ അവരുടെ കുടുംബത്തിൽ നിന്ന് സ്കൂളുകളിൽ പോയി ഉമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് ഒരുപക്ഷേ ഉമ്മയുടെ തൊട്ടടുക്കല പായയിൽ കിടന്നുറങ്ങിയിട്ട് പ്രിയപ്പെട്ട ഉമ്മ തന്നെ അവരുടെ വസ്ത്രങ്ങളൊക്കെ അലക്കി കൊടുത്ത് അവരെയൊക്കെ ഇങ്ങനെ വളർത്തിയിട്ട് ചിത്രശലഭങ്ങളെ പോലെ നാട്ടിൽ അവരിങ്ങനെ പാറി നടക്കുന്നതിനിടയിലാണ് ഈ മോനെ പിടിച്ച് 10ാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ കൊണ്ടുപോയി ആക്കിയതുപോലെ പള്ളിയിലെ ഉസ്താദിന്റെ അടുക്കൽ കൊണ്ടുപോയി ആക്കിയത്. ഉമ്മമാര് ഉസ്താദുമാരോട് പോയിട്ട് പറയുന്ന വർത്തമാനം ഈ കുട്ടികളും ആ ഉസ്താദുമാരും പിന്നീട് ഓർക്കും. ഒന്നും എന്റെ മോനെ ആവശ്യമില്ല, ഇവനെ നല്ലൊരു ഉസ്താദാക്കിയാൽ മതി. ഉസ്താദേ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, ആ പള്ളിയിലുള്ള ആ സൗകര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും പള്ളി ദർസ് എന്ന് പറഞ്ഞാൽ എത്ര മക്കൾ നമ്മുടെ നാട്ടിൽ പഠിക്കുന്നുണ്ട്. അത് അല്ലാഹു ആ കുട്ടികൾക്കും ആ ഉമ്മമാർക്കും കൊടുക്കുന്ന ഒരു മനസ്സാണ്. നമ്മളിങ്ങനെ നമ്മളുടെ കുടുംബത്തിൽ ആരെങ്കിലും പോയാൽ നമ്മൾ അവരെ പോയിട്ട് കളിയാക്കും. എന്തൊരു കഷ്ടാണ്, എന്തിനാണ് ഇത്രയും ചെറുപ്പത്തിൽ പറഞ്ഞേക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്ന നിങ്ങളുടെയൊക്കെ ഉമ്മമാരുണ്ടല്ലോ, ഇരിക്കുന്ന മക്കളായ നിങ്ങളുടെ ഉമ്മമാരുണ്ടല്ലോ, ആ ഉമ്മമാർക്ക് ത്യാഗം സഹിക്കാൻ ഒരുപക്ഷെ വീട്ടിൽ നിന്ന് നിങ്ങളെ പോറ്റി വളർത്താൻ അവർക്ക് വലിയ കഴിവും അവർക്ക് വലിയ ക്ഷമയുമുണ്ട്. കാരണം നിങ്ങൾ ഇവിടെ താമസിക്കുന്നതിനേക്കാൾ എത്രയോ അനേകം ഇരട്ടി നാടുകളിൽ ഉമ്മമാരുടെ തണലുകളിലായി കഴിയുന്നുണ്ട്. ചില ഉമ്മമാർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവും. ഭർത്താവ് മരണപ്പെട്ടു പോയി, കുട്ടി എത്തീമാണെന്ന് ആ ഉമ്മ അങ്ങ് തിരിച്ചറിയും. ഞാൻ യതീംഖാനയിലേക്ക് കുട്ടിയെ പറഞ്ഞേക്കുന്നില്ല തീരുമാനിക്കും. ആ കുട്ടിയുടെ യതീംഖാന ആ ഉമ്മയുടെ തണൽ തന്നെയാവും. എന്നിട്ട് ആ ഉമ്മ പാടത്ത് അധ്വാനിക്കാൻ പോകും, ആ ഉമ്മ പറമ്പിൽ പണിയെടുക്കാൻ പോകും.
നാട്ടില് കല്യാണങ്ങൾ ഉണ്ടാകുമ്പോ ഈ പ്രിയപ്പെട്ട ഉമ്മ ആ വീട്ടില് രാത്രി പണിക്ക് പോയി കല്യാണം കഴിഞ്ഞതിന്റെ ചെമ്പുകളെല്ലാം കഴുകി വെച്ചിട്ട് മുതലാളി കൊടുക്കുന്ന കല്യാണ വീട്ടുകാരൻ കൊടുക്കുന്ന ആ നാണയങ്ങളും ആ പണവും കയ്യിൽ പിടിച്ചിട്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മക്കളെ കാണാൻ വേണ്ടി വരും. സ്കൂൾ വിട്ടു വരുന്ന മക്കൾക്ക് നല്ല ഭക്ഷണം ആ ഉമ്മമാര് വെച്ചു കൊടുക്കും. ചെറിയ സഹോദരിമാരൊക്കെ ഉണ്ടാവും, അവരോടൊക്കെ നാട്ടുകാർ പറയും അവർക്ക് എന്താ വേറൊരു കല്യാണം കഴിച്ചാൽ, വേറൊരു കല്യാണം കഴിച്ചിട്ട് അവർക്ക് സുഖമായി കഴിഞ്ഞൂടെ? അവർ പറയില്ല, മക്കൾ വലുതാകട്ടെ എന്ന് പറയും. എന്നിട്ടോ ഹബീബായ നബിയുടെ ഒരു വാക്കാണ് അവരാലോചിക്കുക. ഏതെങ്കിലും ഒരു പെണ്ണ് അങ്ങനെ തീരുമാനം എടുക്കണം എന്നല്ല, അങ്ങനെ തീരുമാനമെടുത്തു. അങ്ങനെയായ യതീമായ കുഞ്ഞിനെ പോറ്റി വളർത്താൻ വേണ്ടി ആ പെണ്ണ് ത്യാഗം സഹിച്ച് അവളുടെ മുഖം ചുവന്നാൽ, പണിക്ക് പോയാൽ നടത്തം, പണിക്ക് പോയിട്ട് അടങ്ങറായാൽ ഞാനും ആ പെണ്ണും സ്വർഗത്തിൽ ഇങ്ങനെയാണെന്ന് രണ്ട് വിരലുകളും കൂട്ടിപ്പിടിച്ച് ലോകത്തിന്റെ മുമ്പിൽ പറയുകയാണ്. നബിയുനാ മുഹമ്മദ് മുസ്തഫ, സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാർക്ക് കഴിയും. എന്നിട്ട് ഉമ്മമാര് മക്കളെ പറഞ്ഞയച്ചു, ഉസ്താദുമാരുടെ അടുക്കൽ കൊണ്ടുവന്നു, യതീംഖാനയിൽ കൊണ്ടുവന്നു, നാണിഹാജിയുടെ അടുക്കൽ കൊണ്ടുവന്നു, ചെറിയ മക്കളെ ഇവിടെയുള്ള ഹിഫ്ള് കോളേജിൽ കൊണ്ടുവന്നു. നിങ്ങൾ ഒരു പക്ഷേ ആ കുട്ടികളുടെ വീട്ടിൽ പോയാൽ ആ കുട്ടിയുടെ അനുജനുണ്ട്, ആ കുഞ്ഞിന്റെ ജ്യേഷ്ഠനുണ്ട്, അവരൊക്കെ നാട്ടിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്, നാട്ടിൽ സ്കൂളിൽ 10ൽ പഠിക്കുകയാണ്. ഈ മോനെ മാത്രം തെരഞ്ഞെടുത്ത് പറഞ്ഞേക്കുന്ന ആ ഉമ്മയുണ്ടല്ലോ, അതാണ് റുമൈസ ബീവിയുടെ മനസ്സുള്ള ഉമ്മ. വേദനിക്കും, കരയും, പൊട്ടി കരയും. കല്യാണത്തിന് പോയി നല്ല ഒരു ഭക്ഷണം കഴിക്കുമ്പോ, വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോ മിഠായി കൊണ്ടുവരുമ്പോ ഉമ്മ, നമ്മളത് ബാക്കിയുള്ളവരൊക്കെ അത് കഴിക്കും. ഉമ്മ ഈ തൊലി പൊളിക്കുമ്പോ ഉമ്മയുടെ മനസ്സിലുണ്ടാവും, പടച്ചോനെ എടക്കരയിലെ ഹിഫ്ള് കോളേജ്, നമ്മളുടെ കരുളായിലെ ഹിഫ്ള് കോളേജിൽ പഠിക്കുന്ന മോനിപ്പം മിഠായി കിട്ടുന്നുണ്ടാവോ? അതാണ് ഞാൻ റുമൈസയെ സ്വർഗത്തിൽ കണ്ടു. പടച്ചോനെ ഞങ്ങളുടെ അമ്മമാർക്കൊക്കെ അങ്ങനെ നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. ആമീൻ പറയൂ, നീ സ്വർഗം കൊടുക്കണേ റബ്ബേ. ഈ സദസ്സിലിരിക്കുന്ന ആലിമീങ്ങളെ, സ്വാലിഹീങ്ങളെ, മുഅല്ലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, നമ്മളുടെ ഉമ്മമാർക്ക് അന്ന് അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നു. ബാക്കിയുള്ളവരുടെ ഉമ്മമാരൊക്കെ വലിയവരാണ്, സ്വർഗം കിട്ടാൻ തീർത്തും അർഹരായ ആളുകളാണ്. പക്ഷേ അതിനേക്കാളുള്ള ഒരു വ്യത്യസ്തതയുള്ള ഉമ്മമാരാണ് പണ്ഡിതന്മാരുടെ ഉമ്മമാർ, ഉസ്താദുമാരുടെ ഉമ്മമാർ. റുമൈസ ബീവിയുടെ മനസ്സുള്ളവരാണവർ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഞാൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ ഞാൻ അവിടെ ഒരു കാൽപാദത്തിന്റെ ശബ്ദം കേട്ടു. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ചെറുതായിട്ട്. 20 മിനിറ്റും കൂടെയാണ് ബാക്കിയുള്ളത്. 20 മിനിറ്റും കൂടെ, 1 മിനിറ്റ്, 20 മിനിറ്റും കൂടെയാണ് ബാക്കിയുള്ളത്. നമുക്കൊന്ന് എഴുന്നേറ്റ് ചെറിയൊരു സ്വലാത്ത് ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ്, എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ കുടിക്കാം. ഞാൻ കൃത്യം 10 മണിക്ക് അവസാനിപ്പിക്കും. അല്ലാഹുവേ ഈ മജ്ലിസ് നീ കബൂലാക്കണേ തമ്പുരാൻ. എല്ലാവരും പ്രയാസമില്ലാത്തവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഒരു സ്വലാത്ത് ചൊല്ലിയ ഒരു സഹോദരിമാരും കൂടെ എഴുന്നേറ്റ് നിൽക്കി. മാഷാ അല്ലാഹ്, അവര് നേരത്തെ വന്നിട്ട് കിട്ടിയ ചാൻസിൽ അവിടെ നിന്ന് ഉറങ്ങുന്നുണ്ടോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. എല്ലാവരും അശ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി യാ നബി. عليكم أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وغالي أنت مصباح الصدور يا نبي عليكم يا
റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം സ്വലവാത്തുല്ലാഹി അലൈക്കും. ഉറക്ക് അശ്രദ്ധ പോയ ആളുകൾക്കൊക്കെ അവിടെ ഇരിക്കാവുന്നതാണ്. പടച്ചോനെ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഉറക്കും അശ്രദ്ധയൊക്കെ പോയാൽ അവിടെ ഇരുന്നോളൂ, അല്ലാത്തവരൊക്കെ അവിടെ നിൽക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇപ്പൊ നല്ല ഒരു ഉഷാറ് കിട്ടിയ സ്ഥിതിക്ക് ഒരു പ്രധാന കാര്യം നിങ്ങളോട് പറയാനത് മറ്റൊന്നുമല്ല, ബക്കറ്റുമായിട്ട് നമ്മുടെ പ്രവർത്തകന്മാർ നിങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട്. അപ്പം ഞാനത് ചെറുതായിട്ട് തുടങ്ങുകയാണ്. നാളെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇതുപോലൊരു സദസ്സിൽ ഇരുന്ന് എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുക്കാൻ കഴിയില്ല. അപ്പം നല്ലൊരു സ്വതക്ക ആ ബക്കറ്റ് വരുന്ന സമയത്ത് ആ ബക്കറ്റിൽ ഇട്ട് കൊടുക്കണം. സ്വതക്ക ഇട്ട് കൊടുത്താൽ മാത്രം പോരാ, ആ സ്വതക്ക നമ്മൾ അതിലേക്ക് ഇടുന്നതിൻ്റെ മുമ്പ് നല്ല ഒരു നിയ്യത്തും കൽബിൽ വെക്കണം. ഏത് നിയ്യത്താണെങ്കിലും ഇൻഷാ അല്ലാഹ് പടച്ച തമ്പുരാന മുറാദ് നമുക്ക് ഹാസിലാക്കി തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം എന്താണ്? അല്ലാഹുവിന്റെ റസൂല് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനിങ്ങനെ സ്വർഗത്തിൽ ഒരാളിങ്ങനെ നടന്നു പോകുന്ന ഒരു ശബ്ദം കേട്ടു. ഞാൻ നോക്കി, ആരാണത്? ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഫഇദാ ഹുവ ബിലാൽ, അത് നമ്മുടെ ബിലാലായിരുന്നു. ചിന്തിച്ചു നോക്കിയേ, ബിലാൽ ആ സമയത്ത് കൂടെയുണ്ട്. അള്ളാന്റെ റസൂൽ ഒരിക്കൽ ബിലാൽ എന്നവരോട് ചോദിക്കുന്നുണ്ട്, ബിലാലെ, ഞാൻ എപ്പോ സ്വർഗത്തിൽ കടന്നാലും താങ്കൾ എൻ്റെ മുമ്പേ കടന്നതായിട്ട് ഞാൻ കാണാറുണ്ടല്ലോ. കേൾക്കണം നിങ്ങൾ. ബിലാൽ എന്നവര് മറുപടി പറയാണ്, നബിയെ, ഞാൻ ഒരു കാര്യം ഞാൻ ചെയ്യാറുണ്ട്. എന്താണത്? എനിക്കെപ്പോൾ എൻ്റെ വുളു ഇല്ലാതെയാകുന്നോ, ഞാൻ അശുദ്ധിയുള്ള ആളാകുന്നുവോ, ഞാൻ ഉടനടി വുളു ചെയ്യും. വുളു ചെയ്യുമെന്ന് മാത്രമല്ല, ഞാൻ ആ വുളു ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യും. ഞാൻ 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യും. നമ്മൾ ആരാണ് എപ്പോഴും വുളു ഉള്ള ആളുകൾ? ആരാ? അത് ജീവിതത്തിൽ സ്വർഗത്തിൽ കടന്ന അതിന്റെ കാരണം പറയുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ അതാണ് പഠിക്കേണ്ടത്. അങ്ങനെ പല മഹാന്മാരെയും നമ്മൾ കാണാറുണ്ട്. നമ്മളുടെ അനുഭവത്തിൽ അങ്ങനെ ജീവിച്ച ഒരുപാട് മഹാന്മാർ, ഇവിടെ ഇരിക്കുന്ന മഹാന്മാരിലൊക്കെ അത് ഉണ്ടാവും. അങ്ങനെ നമ്മൾ കണ്ട ഒരാളാണ്, നമ്മൾ കേട്ട അറിഞ്ഞ ഒരാളാണ് മഹാനായ CH ഐദ്രൂസ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. കേട്ടിട്ടില്ലേ? ദാറുൽ ഹുദ എന്ന് പറയുന്ന വലിയ സംരംഭം ഉണ്ടാക്കാൻ കാരണമായ ആളുകളിൽ ഒരാളാണ്. ഇഖ്ലാസിന്റെ മൂർത്തിമൽഭാവമായിരുന്നു, ആത്മാർത്ഥതയായിരുന്നു മഹാനായ CH ഉസ്താദിന്റെ ഏറ്റവും വലിയ ആയുധം. CH ഉസ്താദ് എപ്പോഴും വുളു ഉള്ള ഒരാളായിരുന്നു. വുളു എന്ന് മാത്രമല്ല, അവസരം കിട്ടിയാൽ അപ്പ സുന്നത്ത് നിസ്കരിക്കും. ഞാൻ നിങ്ങളോട് പറയാണ്, എന്നോടും വസിയത്ത് ചെയ്യാൻ, നമ്മൾ വുളു ഉള്ള ആളുകളാവുക. മുറിഞ്ഞാൽ ഉടൻ വുളു ചെയ്യുക. യാത്ര ചെയ്യുമ്പോൾ വുളു ഉണ്ടാവുക. കിടന്നുറങ്ങാൻ പോകുമ്പോൾ വുളു ഉണ്ടായി. ആ ഉറക്കത്തിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ റൂഹുമായിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ ആകാശ ലോകത്ത് അർശിലേക്ക് ചെല്ലുമെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണുവാൻ കഴിയും. എപ്പോഴും വുളു ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാവലാണ്. നമ്മളുടെ മനസ്സ് അനാവശ്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ, നമുക്ക് ചില ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോ ആത്മാർത്ഥമായി റബ്ബിന്റെ വഴിയിൽ നമുക്ക് സഞ്ചരിക്കാൻ, ഈമാനും ഇഖ്ലാസും നമ്മുടെ ഖൽബിൽ ഉണ്ടാവാൻ മാനദണ്ഡമായിട്ടുള്ള ഒന്നാണ് എപ്പോഴും വുളു ഉണ്ടാവുക എന്നത്. എന്റെ ഒരു ഉസ്താദ് പറഞ്ഞ ഒരു സംഭവം ഞാൻ ഓർക്കാറുണ്ട്. അദ്ദേഹവും CH ഉസ്താദും കൂടെ ഒരു ദിവസം യാത്ര ചെയ്യുകയാണ്. ബസ്സിൽ കയറി യാത്ര ചെയ്ത് ഒരല്പസമയം കഴിഞ്ഞപ്പോഴുണ്ട് CH ഉസ്താദ് നിശബ്ദനായിരിക്കുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോ ഉസ്താദ് കുനിയുന്നു, നിവരുന്നു, കുനിയുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആ ബസ്സിൽ നിന്ന് ഉസ്താദ് സുന്നത്ത് നിസ്കരിക്കുകയാണ്. അതാണ് കിട്ടുന്ന അവസരത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ മഹാനുഭാവൻ ജമാഅത്തോട് കൂടെ അല്ലാതെ നിസ്കരിക്കില്ലായിരുന്നു.
നമ്മൾ ചിന്തിക്കണം. റസൂലുള്ള പറയുകയാണ്, ഞാൻ ആ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ അവിടെ ഒരു കൊട്ടാരം കാണുകയാണ്. നയനമനോഹരമായ കമനീയമായ കൊട്ടാരം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, അല്ലാ, ഈ ഭംഗിയുള്ള കൊട്ടാരം എനിക്കുള്ളതാണോ? സ്വർഗത്തിൽ അല്ലാഹു തയ്യാറാക്കിയ ഈ ഭവനം എനിക്കുള്ളതാണോ? അങ്ങനെ ഞാൻ അതിലേക്ക് ഇങ്ങനെ കടക്കാൻ വേണ്ടി ചെല്ലുമ്പോ അവിടെ അതാ ഒരു വിളംബരം കേൾക്കുകയാണ്, നബിയേ, ഇത് അങ്ങേക്കുള്ള കൊട്ടാരമല്ല, ഹാദാ ഖസ്റുൽ ഉമറ, ഇത് ഉമർ ഇബ്നുൽ ഖത്താബിനുള്ള കൊട്ടാരമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനുള്ള കൊട്ടാരാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്ന സദസ്സിൽ ഉമർ തങ്ങളുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഉമർ തങ്ങൾക്ക് വെറുതെ കൊട്ടാരം കൊടുക്കുകയല്ല. ഉമറിന്റെ പ്രത്യേകത എന്താണ്? ആ മഹാന്റെ ജീവിതത്തിൽ നീതി, സത്യം ഇതന്നെ താല്പര്യമായിട്ടുണ്ടായിരുന്നു. താൻ ഒരിക്കലും തന്റെ മക്കളെയും സ്വർഗത്തിലല്ലാതെ കൊണ്ടുപോകുകയില്ല എന്ന് പ്രതിജ്ഞയെടുത്ത ആളായിരുന്നു. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളുടെയും ശരീരങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണം. ഇതങ്ങ് ഏറ്റെടുത്ത ആളാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. എല്ലാവരും ഒന്ന് പറയൂ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു.